പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ഉയർപ്പിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കെ ടോൾ നിരക്ക് ഉയർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം. കുതിരാനിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ച ഒരു തുരങ്കപാത ഇനിയും തുറന്നില്ല. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 26 ദിവസം മാത്രം ബാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഏപ്രിൽ 4 മുതൽ. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയേറുന്നു. സേനയിൽ കടുത്ത ജോലിഭാരം. മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ സ്റ്റേഷനുകൾ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഉയർപ്പിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. യേശുക്രിസ്തു കുരിശിലേറി മരണം വരിച്ചതിന്റെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയിൽ ദേവാലയങ്ങളിൽ പാതിര കുർബാനയും ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങളും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരങ്ങളും ദേവാലയങ്ങളിൽ ഒരുക്കിയിരുന്നു. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന പാതിര കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ വ്യാകുലമാത ബസലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണ്ണുത്തി പാലക്കാട് ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങി. നിർമ്മാണം പൂർത്തിയാകും മുൻപേ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമാണ്. കുതിരാൻ ഇരട്ടത്തുരങ്കങ്ങളിൽ ഒന്ന് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ നിരക്ക് ഉയർത്തുന്നത് പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് യാത്രക്കാരുടെ പരാതി. കുതിരാൻ ഇരട്ടത്തുരങ്കങ്ങളിൽ ഒന്ന് ജനുവരിയിലാണ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചിട്ടത്. ഒരു തുരങ്കത്തിലൂടെ മാത്രമാണ് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. കാർ, ജീപ്പ്, LMB വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്കും കൂടി 165 രൂപയുമാണ് പുതിയ നിരക്ക്. മിനി ബസ്, ലൈറ്റ് ഗുഡ്സ് വാഹനം എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 170 രൂപയും ഇരുഭാഗത്തേക്കും 255 രൂപയും നൽകണം. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 350 രൂപയും ഇരുഭാഗത്തേക്കും 795 രൂപയുമായി. നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിക്കരുതെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ നിരക്ക് വർധന. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 26 ദിവസം മാത്രം ബാക്കി. വോട്ടുറപ്പിക്കാനായി സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുകയാണ്. അവധി ദിനങ്ങളിലും വിശേഷ ദിവസങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് വിശ്രമമില്ല. ഏപ്രിൽ 4 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഏപ്രിൽ 8-നാണ്. കേരളത്തിൽ 2-ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയേറുന്നു. സേനയിൽ കടുത്ത ജോലിഭാരം. മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ സ്റ്റേഷനുകൾ. ആലുവ സ്റ്റേഷനിലെ ഗ്രേഡ് SI ജീവനൊടുക്കിയത് ഏതാനും ദിവസം മുമ്പാണ്. കൊടുങ്ങല്ലൂരിൽ എൽത്തുരുത്ത് സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ചത് ഫെബ്രുവരിയിൽ. ഞാറക്കൽ സ്റ്റേഷനിലെ SIയുടെ ആത്മഹത്യ ഡിസംബറിൽ. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിലെ ഡ്രൈവർ പെരുമ്പള്ളിശ്ശേരിയിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്തതും ഡിസംബറിൽ. കുറ്റ്യാടി സ്റ്റേഷനിലെ സീനിയർ CPO സുധീഷ് ആത്മഹത്യ ചെയ്തത് ഒക്ടോബറിൽ. കളമശ്ശേരി എയർ ക്യാമ്പിലെ ഡ്രൈവർ ജോബിദാസ് കഴിഞ്ഞ ഒക്ടോബറിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ മക്കളോടായി പറഞ്ഞത് ഇങ്ങനെ: നന്നായി പഠിച്ച് പോലീസിലല്ലാതെ ഏതെങ്കിലും ജോലി നേടണം. മാനസിക സമ്മർദ്ദം മൂലം പോലീസിൽ ആത്മഹത്യ ചെയ്യുന്നവർ ഏറി വരികയാണ്. 5 വർഷത്തിനിടയിൽ ഏകദേശം 75 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തെന്നാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്ത് പോലീസ് സേന ജോലി ഭാരത്താൽ വീർപ്പുമുട്ടുകയാണ്. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക, ക്രമസമാധാനം ഉറപ്പാക്കുക, വാറണ്ട്, സമൻസ്, കോടതി, പട്രോളിംഗ് തുടങ്ങി പോലീസിന്റെ ജോലികൾ അനവധിയാണ്. 24 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താലും വിശ്രമം ലഭിക്കാത്തവരുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനാവുന്നില്ല. ചിലയിടങ്ങളിൽ മേലുദ്യോഗസ്ഥരുടെ പീഡനവും ആത്മഹത്യകൾക്ക് കാരണമാകുന്നു. ഭൂരിഭാഗം സ്റ്റേഷനുകളിലും ആവശ്യത്തിന് ജീവനക്കാരില്ല. നാടിന് സംരക്ഷകരാവേണ്ട സേനയിലുള്ളവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നതാണ് അവസ്ഥ. സേനയിലെ അച്ചടക്കം മൂലം ഇതൊന്നും പരസ്യമാക്കാൻ പോലീസും തയ്യാറാകുന്നില്ല. TCV, തൃശൂർ. പെരിഞ്ഞനം ബീച്ചിൽ രൂക്ഷമായ കടലേറ്റം. പെരിഞ്ഞനം സമിതി ബീച്ച്, കയ്പമംഗലം, വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റമുള്ളത്. വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ ഭിത്തിയും കടന്ന് കടൽവെള്ളം കരയിലേക്ക് കയറിയത് വെള്ളവും മണ്ണും കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചിട്ടുണ്ട്. വള്ളവും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാർ ചേർന്ന് ദൂരേക്ക് മാറ്റിയതിനാൽ കൂടുതൽ നാശനഷ്ടം ഒഴിവായി. രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴലിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു.
കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മണ്ണുത്തി പർവട്ടാനിയിൽ മദ്യലഹരിയിൽ അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പർവട്ടാനി ആലുക്കങ്ങാടി ചെറിയത്ത് വീട്ടിൽ ഓന്ത് ജോമൻ എന്നറിയപ്പെടുന്ന ജോമനെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നസ്രത്തങ്ങാടി വെളിയത്ത് വീട്ടിൽ 55 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ ജോമോൻ ഡേവിസിന് വടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡേവിസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശിനി സരസ്വതി, കാൽനട യാത്രക്കാരിയായ ഇരിങ്ങപ്പുറം ശ്രീകൃഷ്ണ ഭവനിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കോയമ്പത്തൂരിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ തീർന്നതിനെ തുടർന്ന് ബൈക്ക് തള്ളി പോവുകയായിരുന്ന ഭർത്താവിന് പുറകിൽ നടന്നുവരികയായിരുന്നു ദീപ. ഈ സമയം നിയന്ത്രണം വിട്ട കാർ ദീപയെ ഇടിച്ചു തെറിപ്പിച്ച് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സരസ്വതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ്ഐ എഎസ്ഐയെ മാനസികമായി പീഡിപ്പിക്കുന്നതായി ആക്ഷേപം. തർക്കത്തിനിടെ എഎസ്ഐ സ്റ്റേഷനുള്ളിൽ തലകറങ്ങി വീണു. എഎസ്ഐ എം കെ അസീസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരം തിരക്കി ചെന്ന എഎസ്ഐയുടെ മകനെ എസ്ഐ പ്രവീൺ അധിക്ഷേപിച്ചു വിട്ടതായും ആരോപണമുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. അസീസ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അസീസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതറിഞ്ഞ് സ്റ്റേഷനിലേക്ക് അന്വേഷിച്ച് ചെന്ന അസീസിന്റെ മകനോട് നിന്റെ വാപ്പ പോലീസ് ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് എസ്ഐ അധിക്ഷേപിച്ചതായി അസീസിന്റെ കുടുംബം പറഞ്ഞു. എസ്ഐയുടെ പീഡനത്തിനെതിരെയും മകന് നേരെ നടന്ന അധിക്ഷേപത്തിനെതിരെയും SP അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്ന് കുടുംബം പറഞ്ഞു. ഏപ്രിൽ 1 മുതൽ ബാങ്കിംഗ് മേഖലയിൽ പുതിയ മാറ്റങ്ങൾ. ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും വായ്പ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ഇനി ഈടാക്കാവൂ. ഏപ്രിൽ 1 മുതൽ എടുക്കുന്ന പുതിയ വായ്പകളുടെ തിരിച്ചടവിലാണ് ഇത് ബാധകമാകുക. സാമ്പത്തിക വർഷാവസാനമായതിനാൽ ബാങ്കുകൾ ഈസ്റ്റർ ദിനത്തിലും പ്രവർത്തിച്ചിരുന്നു. ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുള്ള ഉത്തരവുകൾ ഓർഡർ സോഫ്റ്റ്വെയറിൽ പ്രസിദ്ധീകരിച്ചു. അതാത് സ്ഥാപന മേധാവികൾ തങ്ങളുടെ കാര്യാലയത്തിലെ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം. ഉത്തരവുകൾ ഡൌൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി സോഫ്റ്റ്വെയറിലെ ഓർഡർ സർവ്ഡ് സ്റ്റാറ്റസ് ഓപ്ഷനിൽ രേഖപ്പെടുത്തണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ജീവനക്കാർക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരിശീലന ക്ലാസുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടത്തും. ഡ്യൂട്ടി ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗസ്ഥർ പ്രസ്തുത ക്ലാസുകൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 1 വർഷത്തിനു ശേഷം കണ്ടുമുട്ടിയപ്പോൾ സൗഹൃദം പങ്കിട്ട് പിടിയാനകൾ. പള്ളിക്കബസാർ മോട്ടി എന്ന ആനയും ശ്രീലക്ഷ്മി സാവിത്രിയും ഏറെക്കാലം ഒരേ ഉടമയുടെ കീഴിലായിരുന്നു. ശ്രീലക്ഷ്മി സാവിത്രി പിന്നീട് പൂതൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെതായി. ഓരോ വർഷവും അരിയന്നൂർ ഹരികന്യക ക്ഷേത്രത്തിൽ ഈ ആനകളെ എഴുന്നള്ളത്തിനെത്തിക്കാറുണ്ട്. പിടിയാനകളെ മാത്രമേ ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാറുള്ളൂ. 1 വർഷത്തിനു ശേഷം വീണ്ടും ഈ പിടിയാനകൾ കണ്ടുമുട്ടിയപ്പോൾ ആനകൾക്കിടയിൽ ഓർത്തിരിക്കുന്ന സൗഹൃദമുണ്ട് എന്നതിന് നേർസാക്ഷ്യമായി മാറി. കുടുംബി സമുദായത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള ഗുരുതിക്കുളി കൊടുങ്ങല്ലൂരിൽ നടന്നു. കുരുമ്പാമയുടെ നടയിൽ രാവിലെ ദീപാരാധനയെ തുടർന്ന് ചേന്തംകുളം പരിസരത്തുള്ള സമുദായ സ്ഥലത്ത് താലം പൂജയ്ക്ക് ശേഷം കാവടി വാദ്യമേളങ്ങളോടെ ആരംഭിച്ച പട്ടെഴുന്നള്ളിപ്പ് കുരുമ്പാമ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ഗോവയിൽ നിന്ന് കടൽമാർഗം വഞ്ചിയിൽ പലായനം ചെയ്ത് കൊടുങ്ങല്ലൂരമ്മയുടെ അരികെ അഭയം നേടിയതിന്റെ ഓർമ്മ പുതുക്കൽ എന്നോണം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് വഞ്ചിയെ താളമേളത്തോടെ എതിരേറ്റ് കുരുമ്പാമയുടെ സന്നിധിയിലെത്തിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വഞ്ചിയിൽ ചുണ്ണാമ്പ്, മഞ്ഞൾ എന്നിവ കലക്കി ഗുരുതിക്കുളി എന്ന മഞ്ഞക്കുളിക്ക് ശേഷം ക്ഷേത്രത്തിലെ സമുദായത്തിന്റെ തനത് വഴിപാടായ തണ്ണീരാമൃതം സ്വീകരിച്ച് ചടങ്ങുകൾ അവസാനിച്ചു. KK അജിത് കുമാർ, BP പ്രജിത്ത്, KM ദിലീപ് കുമാർ, രവിനാഥ്, രേഷ്മ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകൾക്ക് വിനയാകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കടലാമകളാണ് ഇവിടെ ചത്ത് കരക്കടിഞ്ഞത്. നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ ഇവയുടെ പ്രജനനകാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ. ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചത്തടിയുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. നമ്മുടെ ഈ നശിപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടാണ് ഈ ടാങ്കീസിൻ്റെ ഉള്ളിലും ഇതിനുള്ളിലൊക്കെ പെട്ടിരിക്കുന്നത്. കാരണം 1-2 മാസമായിട്ട് ഈ കണ്ടമാന ആമ ഇവിടെ ചത്തടിയുണ്ട്. ഞങ്ങൾ ഈ രാത്രി 3-3:30-4 മണിക്ക് ഇവിടുന്ന് കൊഞ്ചെള്ളിപ്പോൾ നമ്മളിത് കാണൂല. ഇത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഈ വെക്കാൻ നൂലും ഈ മറ്റേ ടാങ്കീസ് എല്ലാം കൂടിയായിട്ട് ഇതിൽ പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അന്നത്തെ പണി പോയി. ഇതൊക്കെ ആയിട്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. മറ്റേ ആമയുടെ പ്രശ്നം കൂടെ ഞങ്ങൾക്കുണ്ട് ബുദ്ധിമുട്ട്. തെങ്ങിന്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവപിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നു. മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലിവ് റീഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണുന്നത്. കരയിൽ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാകാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്ത് കരക്കടിഞ്ഞതും. TCV ന്യൂസ്, കയ്പമംഗലം. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനത്തിൽ കുളങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യം. വേനൽ കഠിനമായതോടെ വനമേഖലയിലെ ആനക്കൂട്ടങ്ങൾ ഉൾപ്പെടെ വെള്ളം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുകയാണ്. വനത്തിനകത്ത് കുളങ്ങൾ നിർമ്മിച്ചാൽ ഇത് തടയാനാകുമെന്നാണ് പ്രതീക്ഷ. ഉൾക്കാടുകളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്തി കുളങ്ങൾ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ചിമ്മിനി മേഖലയിൽ ജലം തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനത്തിനകത്ത് ഏതാനും ദിവസം മുൻപ് കുളം നിർമ്മിച്ചിരുന്നു. ചിമ്മിനി ഈക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ജയിലിൽ വിചാരണ നേരിടുന്ന സദാം ഹുസൈൻ, കേണൽ പദവി ലഭിച്ച മോഹൻലാൽ, യേശുദേവന്റെ അന്ത്യ അത്താഴം, ചായപ്പൻകുഴിയിലെ ലിജു യേശുദാസ് മരത്തടിയിൽ സൃഷ്ടിച്ച രൂപങ്ങൾ ഏറെ മനോഹരമാണ്. മൃഗങ്ങൾ, പക്ഷികൾ, വിശുദ്ധന്മാർ, അങ്ങനെ നീളുന്നു ഈ 50കാരൻ ശില്പിയുടെ കരവിരുതുകൾ. ചായപ്പൻകുഴി പീലാർമൊഴിയിലെ കുന്നിൻപുറത്തെ കൊച്ചു വീടിനരികിൽ കെട്ടിപ്പൊക്കിയ ഏറുമാടത്തിലെ ഏകാന്തതയാണ് ഈ സൃഷ്ടികൾ. ഒല്ലൂർ എടക്കുന്നിയിലെ ആദ്യ വീട്ടിലിരുന്ന് നിർമ്മിച്ചവയാണ് ഏറെ കലാവിസ്മയങ്ങളും. 2 വർഷം മുൻപായിരുന്നു ലിജു ചായപ്പൻകുഴി പീലാർമൊഴിയിലെത്തിയത്. 30 വർഷമായി തുടരുന്ന മരത്തടിയിലെ കലാവിരുതുകൾക്ക് ജീവൻ തുടിക്കുന്ന ചാരുതയാണുള്ളത്. ശിഷ്യന്മാരോടൊപ്പം യേശുക്രിസ്തു അന്ത്യ അത്താഴം കഴിക്കുന്ന രംഗം കുമിൾ മരത്തിലാണ് തീർത്തത്. യേശുദേവനും സംഘവും ഭക്ഷിക്കുന്ന പാത്രങ്ങളും മേശയുടെ കാലുകളടക്കം എല്ലാ സാമഗ്രികളും വ്യക്തമാക്കുന്ന ഈ രംഗം പൂർത്തീകരിക്കാൻ മാസങ്ങളെടുത്തു. 7 അടി നീളവും 20 ഇഞ്ച് വീതിയുമുള്ള 2.5 ഇഞ്ച് കനം വരുന്നതാണ് രൂപം. ആവശ്യക്കാർക്ക് രൂപങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു നൽകും. 100ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും നോട്ട് നിരോധനവും GSTയും ഈ മേഖലയെ കരിനിഴൽ വീഴ്ത്തിയതായി ലിജു പറയുന്നു. ഒടുവിലത്തെ അത്താഴം കൂടാതെ കേണൽ മോഹൻലാൽ, സദാം ഹുസൈൻ, ഒരുപാട് പ്രമുഖരായിട്ടുള്ള കുറേ പേരുണ്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത ഒടുവിലത്തെ അത്താഴമാണ്. നല്ല രീതിയിൽ അതിനെ ഡീപ്പോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചായപ്പൻകുഴി പള്ളിയോട് ചേർന്നാണ് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ വർക്ക്ഷോപ്പും പണികളൊക്കെ. മക്കളും അമ്മ, വൈഫ്, മക്കളൊക്കെ തന്നെ വലിയ സപ്പോർട്ടാണ്. അവർ മറ്റുള്ള ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ തന്നെ ഫാമിൻ്റെ തിരക്കിൻ്റെ ഒഴിവിലൊക്കെ ഇതിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട്. 60 സെന്റ് പുരയിടത്തിൽ കോഴി ഫാമും പച്ചക്കറി കൃഷിയും നടത്താൻ ലിജുവിനൊപ്പം ഭാര്യ ലിജിയും അമ്മ റോസി പൗലോസും സഹായത്തിനുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി.
വള്ളത്തോൾ നാരായണമേനോന്റെ കുടുംബാംഗത്തെ പുറത്താക്കി കേരള കലാമണ്ഡലം ഭരണസമിതി പുനഃസംഘടിപ്പിച്ചു. ആദ്യമായാണ് വള്ളത്തോൾ കുടുംബങ്ങളെ അധികൃതർ ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കി ഭരണസമിതി ഉണ്ടാക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ മകന്റെ മകൻ രവീന്ദ്രനാഥൻ വള്ളത്തോളിനെ നിലനിർത്തിയിട്ടില്ല. രവീന്ദ്രനാഥന്റെ അംഗത്വത്തിന് 2024 നവംബർ വരെ കാലാവധി ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചില്ല. പ്രത്യക്ഷമായ പ്രതികരണങ്ങൾക്ക് മുതിരുന്നില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. വള്ളത്തോളിന്റെ മകൾ വാസന്തിയായിരുന്നു ആദ്യം മുതലേ കലാമണ്ഡലം ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ നിര്യാണത്തെ തുടർന്നാണ് രവീന്ദ്രനാഥൻ വള്ളത്തോൾ ഭരണസമിതിയിൽ എത്തിയത്. കലാമണ്ഡലം ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ ബന്ധുക്കളെ നിയമിക്കണമെന്നുള്ള വിവരണം ഒരു രേഖയിലുമില്ലെന്നും തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പ്രതികരിച്ചു. എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഐപ്പുണ്ണി കിണർ കുഴിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷം. വിവിധ ജില്ലകളിലായി ഇതിനോടകം ഐപ്പുണ്ണി കുഴിച്ചത് 600 കിണറുകൾ. താണിക്കൽ വീട്ടിൽ ഐപ്പുണ്ണിക്കിപ്പോൾ വയസ്സ് 77. ഈ പ്രായത്തിലും കിണർ കുഴിക്കാൻ ഐപ്പുണ്ണി തന്നെ വേണമെന്ന ആവശ്യക്കാർ ശഠിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നീരുറവകൾ കണ്ടെത്തുവാനുള്ള കൈപുണ്യവും കരവിരുതുകൊണ്ട് കിണറുകൾക്ക് ലഭിക്കുന്ന ഭംഗിയുമാണ് ഐപ്പുണ്ണിയെ തേടി ആവശ്യക്കാർ എത്തുന്നതിന് ഇടയാക്കുന്നത്. 17 വയസ്സിൽ എൻ്റെ വീട്ടിൽ ഞാൻ മണ്ണ് നിറക്കിറങ്ങിയതാ അപ്പൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പുതിയ വളരെ വെച്ചിട്ട് കിണർ ഊറ്റി തുടങ്ങി. നല്ല കാലത്തൊക്കെ ഞാൻ 3000, 4000, 5000 പണിതായിരുന്നു ഒരു ദിവസം. 1.5 കോല് ഒക്കെ ഞാൻ ഒരു ദിവസം കുത്തു. ഇത് ഈ പ്രാവശ്യം 3 ദിവസമായിട്ട് 1.5 കോല് കുത്താൻ പറ്റിയ പ്രായം കൂടിയ കാരണേ. 17ാമത്തെ വയസ്സിലാണ് അപ്പൻ്റെ സഹായിയായി എത്തി കിണർ കുഴിക്കുന്ന തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത്. 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രായത്തിന്റെ അവശതകളെ മറികടന്ന് തന്റെ പാരമ്പര്യ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐപ്പുണ്ണി. ഈ മേഖലയിൽ ഒരുപാട് ശിഷ്യരുണ്ട് ഐപ്പുണ്ണിക്ക്. ആൻഡു, രാഹുൽ, റസിയ, സരോജിനി എന്നിവരാണ് ഇപ്പോഴത്തെ സഹായികൾ. മികച്ച നെൽകർഷകൻ കൂടിയായ ഐപ്പുണ്ണി നീരുറവകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. TCV എരുമപ്പെട്ടി. ഈസ്റ്ററിനോടനുബന്ധിച്ച് സെർവൻസ് ഓഫ് ഗോഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണവും ക്യാൻസർ രോഗികൾക്ക് പലവ്യഞ്ജന കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്തു. കൂടാതെ വീൽചെയർ, എയർബെഡ്, കൃത്രിമക്കാൽ, സ്ക്രച്ചർ എന്നിവ നൽകി. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർ മേഴ്സി അജി അധ്യക്ഷയായിരുന്നു. സെർവൻസ് ഓഫ് ഗോഡ്സ് പ്രസിഡന്റ് ജോസ് നിലയാറ്റിങ്കൽ, ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, TN ആനന്ദപ്രസാദ് തേറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. 38 വർഷമായി മുടങ്ങാതെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ 2 നേരവും സംഘടനയുടെ നേതൃത്വത്തിൽ ഭക്ഷണം നൽകുന്നുണ്ട്. ഈസ്റ്ററിനോടനുബന്ധിച്ച് ഗ്ലോറിയ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച ക്രൂശിന്റെ വഴിയിൽ എന്ന റൂട്ട് ഷോ ശ്രദ്ധേയമായി. യേശുവിന്റെ ജീവിതവും പീഡാനുഭവങ്ങളും കുരിശുമരണവും തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും ഉൾപ്പെടുത്തിയുള്ള ദൃശ്യാവിഷ്കാരമാണ് തൃശൂരിലെ വിശ്വാസി കൂട്ടായ്മയായ ഗ്ലോറിയ ഫെലോഷിപ്പ് റോഡ് ഷോയിലൂടെ അവതരിപ്പിച്ചത്. തുറന്ന വാഹനത്തിൽ ഒരുക്കിയ വേദിയിൽ 15 കലാകാരന്മാർ ചേർന്നാണ് യേശുവിന്റെ ജീവിതം അഭിനയിച്ചത്. പെസഹ വ്യാഴാഴ്ച ആരംഭിച്ച റോഡ് ഷോ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലായി 20 ഇടങ്ങളിലാണ് അവതരിപ്പിച്ചത്. തുടർന്ന് തൃശൂരിൽ സമാപിച്ചു. തോമസ് ജോൺ ആണ് ദൃശ്യാവിഷ്കാരത്തിന്റെ രചന നിർവഹിച്ചത്. കൂട്ടായ്മ ചെയർമാൻ AC ജോസ്, ടോണി ചെവൂക്കാരൻ, റോയ് പാപ്പച്ചൻ, ഡെജി P ജോസ്, PD പൗലോസ്, ജെസ്സി അറക്കൽ എന്നിവരാണ് മറ്റ് അണിയറ ശില്പികൾ. പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു ഉയർത്തെഴുന്നേറ്റു. ഇതാ ഞാൻ. ചാലക്കുടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. പഴയ ഫർണിച്ചറുകൾ വിൽക്കുന്ന കടയുടെ സമീപത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെ സംയോജിത ഇടപെടൽ മൂലം ഫർണിച്ചർ കടയിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും തീ പടരുന്നത് ഒഴിവായി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രമേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബ്രെയിൻ സ്ട്രോക്ക് വന്ന് കോമയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 8ാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് ചികിത്സാ സഹായം തേടുന്നത്. ബ്രെയിൻ സ്ട്രോക്കിനെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ കോമ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണിപ്പോൾ. നിർധന കുടുംബാംഗവും കൂലിത്തൊഴിലാളിയുമായ സുരേഷിന് ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമാണുള്ളത്. ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന ഭീമമായ തുക സ്വരൂപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ,
ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ രക്ഷാധികാരികളായും വാർഡംഗം PM സജി ചെയർമാനായും ചന്ദ്രപ്രകാശ് ഇടമന കൺവീനറായും CS സജീഷ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ കുടുംബത്തിന് വേണ്ട സഹായം ഈ പ്രദേശത്തെ, പ്രത്യേകിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരു വലിയൊരു ബാധ്യത ആ കുടുംബത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ആളുകളുടെയും ഈ പാവപ്പെട്ട ഈ കുടുംബത്തിന് ഇവരുടെ ദയനീയത മനസ്സിലാക്കി ഇവരെ സാമ്പത്തികമായി സഹായിക്കുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും. ആ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിനെയും കൂടി രക്ഷിക്കാൻ കഴിയും. ഒരു പൈസ കൂടുതൽ ചെലവ് വരുന്ന ഒരു ചികിത്സക്ക് അദ്ദേഹത്തിന്റെ വീടിന് അതിനുള്ള സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടുകാരും അതേപോലെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കൂട്ടമായി പ്രവർത്തിക്കണം. നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുരേഷിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏങ്കക്കാട് ബ്രാഞ്ചിലെ 0951553000000505 എന്ന നമ്പറിലോ 6238396170 എന്ന നമ്പറിൽ ഗൂഗിൾ പേ വഴിയോ സഹായം അയക്കാവുന്നതാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി. ലീഡർ K കരുണാകരന്റെ ഡ്രൈവറായിരുന്ന മാള ആലത്തൂർ പടമാട്ടുമൽ ജേക്കബ് എന്ന യാക്കോബ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാളയിൽ കരുണാകരന്റെ ഡ്രൈവറായിരുന്നു. 1965 ബസ്സിൽ മാളയിൽ വന്നിറങ്ങിയ കരുണാകരനെ പ്രാദേശിക നേതാക്കളുടെ അടുത്തെത്തിച്ചത് ജേക്കബായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. വിയർപ്പിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കെ ടോൾ നിരക്ക് ഉയർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം. കുതിരാനിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ച ഒരു തുരങ്കപാത ഇനിയും തുറന്നില്ല. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 26 ദിവസം മാത്രം ബാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഏപ്രിൽ 4 മുതൽ. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയേറുന്നു. സേനയിൽ കടുത്ത ജോലിഭാരം. മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ സ്റ്റേഷനുകൾ.